അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1468, സൂറത്തുൻ നഹൽ 91 മുതൽ 93 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأوفوا بعهد الله إذا عاهدتم ولا تنقضوا الأيمان بعد توكيدها وقد جعلتم الله عليكم كفيلا إن الله يعلم ما تفعلون ولا تكونوا كالتي نقلت غزلها من بعد قوة أنكاثا تتخذون أيمانكم دخلا بينكم أن تكون أمة هي أربى من أمة إنما يبلوكم الله به وليبينن لكم يوم القيامة ما كنتم فيه تختلفون ولو شاء الله لجعلكم أمة واحدة ولكن يضل من يشاء ويهدي من يشاء وَلَتُسْأَلُنَّ عَمَّا كُنتُمْ تَعْمَلُونَ. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وأوفوا بعهد الله. അല്ലാഹുവിന്റെ കരാർ നിങ്ങൾ പാലിക്കണം. ഇദാ ആഹദത്തും, നിങ്ങൾ കരാർ ചെയ്താൽ. വലാ തൻഖുദുൽ അയ്മാന ബഅദ തൗക്കീദിഹാ, സത്യങ്ങളെ നിങ്ങൾ ഉറപ്പിച്ച ശേഷം അതിനെ നിങ്ങൾ പൊളിച്ചു കളയരുത്. വഖദ് ജഅൽതുമുല്ലാഹ അലൈക്കും കഫീല, നിങ്ങളാവട്ടെ ആ സത്യങ്ങളുടെ മേലിൽ, നിങ്ങൾക്ക് മേലിൽ തന്നെ ആ സത്യങ്ങളുടെ പേരിൽ അള്ളാഹുവിനെ നിങ്ങൾ ജാമ്യക്കാരനാക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് നിങ്ങൾ ആ സത്യം ചെയ്തത്. എന്നിട്ട് ആ സത്യം നിങ്ങൾ ലംഘിക്കരുത്. ഇന്നല്ലാഹ യഅലമു മാ തഫ്അലൂൻ, നിശ്ചയം അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അറിയുന്നവനാകുന്നു. വലാ തകൂനു, നിങ്ങൾ ആവരുത് കല്ലത്തി, ഒരു സ്ത്രീയെ പോലെ ആവരുത്. നഖലത്ത് ഗസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ, അവർ അവരുടെ നൂല് നൂറ്റ ശേഷം ആ നൂലിന്റെ ഇഴകൾ അവർ പിരിച്ചു. അങ്കാസൻ, പല ഇഴകളായിട്ട് പിരിയുടച്ചു. അങ്ങനത്തെ ഒരു സ്ത്രീയെ പോലെ നിങ്ങളാവരുത്. അവരവരുടെ നൂല് ശക്തമായി അണച്ച് നൂറ്റതിന് ശേഷം, നൂറ്റ് ശക്തിപ്പെടുത്തിയതിനു ശേഷം ആ പിരിയുടച്ചവളെ പോലെ നിങ്ങളാവരുത്. തത്തഖിദൂന അയ്മാനക്കും ദഖലം ബൈനക്കും, നിങ്ങളുടെ സത്യങ്ങൾ നിങ്ങൾ പരസ്പരം ചതിക്കാനുള്ള മാർഗമാക്കുന്ന നിലക്ക് നിങ്ങളാവരുത്. അൻതകൂന ഉമ്മത്തുൻ ഹിയ അർബാ മിൻ ഉമ്മ, ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെക്കാൾ വണ്ണം കൂടിയതായതിന്റെ പേരിൽ അല്ലെങ്കിൽ ആൾബലം കൂടിയതിന്റെ പേരിൽ നിങ്ങൾ അങ്ങനെ സത്യത്തിൽ വഞ്ചന കാണിക്കരുത്. ഇന്നമാ യബ്ലൂക്കുമുല്ലാഹു ബിഹി, അതുകൊണ്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണത്തിൽ നിങ്ങൾ പരാജയപ്പെടരുത്. വലയുബയ്യിനന്ന ലക്കും യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ അള്ളാഹു നിങ്ങൾക്ക് വിശദീകരിച്ചു തരിക തന്നെ ചെയ്യും. മാ കുന്തും ഫീഹി തഖ്തലിഫൂൻ, ഏതൊരു കാര്യത്തിലായിരുന്നുവോ നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നെങ്കിൽ ആ കാര്യം അള്ളാഹു എന്റെ കൃത്യമായിട്ടുള്ള സംഗതി വിശദീകരിച്ചു തരിക തന്നെ ചെയ്യും. വലോ ഷാ അല്ലാഹു, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ജഅലക്കും ഉമ്മത്തൻ വാഹിദ, അള്ളാഹു നിങ്ങളെ ഒറ്റ സമൂഹമാക്കുമായിരുന്നു. വലാകിൻ യുളില്ലു മൻ യശാഉ, പക്ഷെ അള്ളാഹുവിന് ഉദ്ദേശിക്കുന്നവരെ വഴിതെറ്റിക്കുന്നു. വയഹ്ദി മൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലാക്കുകയും ചെയ്യുന്നു. വലതുസ്അലുന്ന അമ്മാ കുന്തും തഅമലൂൻ, നിങ്ങൾ എന്തൊക്കെയാണോ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇമാം റാസി റളിയല്ലാഹു അൻഹു അടുത്ത തഫ്സീറിൽ രേഖപ്പെടുത്തിയത്, ലമ്മാ ജമഅ കുല്ലൽ മഅ്മൂറാത്തി വൽ മൻഹിയാത്തി ഫിൽ ആയത്തിൽ ഊല അലാ സബീലിൽ ഇജ്മാൽ, കഴിഞ്ഞ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകളെല്ലാം നടപ്പാക്കണമെന്നും വിരോധങ്ങളെല്ലാം കൈയൊഴിക്കണമെന്നും
അങ്ങനെ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വ ഈതാഇ ദിൽ ഖുർബാ വ യൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗ്യി. 3 കാര്യങ്ങൾ കൽപ്പിക്കുകയും 3 കാര്യങ്ങൾ വിരോധിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞത് എല്ലാ നന്മ ചെയ്യാനും എല്ലാ തിന്മകൾ ഉപേക്ഷിക്കാനും ആവശ്യമായിട്ടുള്ള ഉത്ബോധനത്തിന്റെ ഒരു സാംശീകരണമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നുവല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ പൊതുവായിട്ട് ചെയ്യണമെന്നും ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കണമെന്നും നേരത്തെ പൊതുവായി പറഞ്ഞപ്പോൾ ദക്കറ ഫീ ഹാദിഹിൽ ആയത്തി, ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് ബഅല തിൽക്കൽ അഖ്സാമി, അതിൽ നിന്നുള്ള ചില ഇനങ്ങളെയാണ്. അതായത് ബദഅ തആല ബിൽ അംരി ബിൽ വഫാഇ ബിൽ അഹദി, ചിലത് ഡീറ്റെയിൽ ആയിട്ട് പറയാണ് എന്നർത്ഥം. പൊതുവിൽ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നും ഒഴിവാക്കേണ്ടതൊക്കെ ഒഴിവാക്കണമെന്നും പറഞ്ഞതിന് ശേഷം ചില കാര്യങ്ങളെ വിശദമായി അല്ലാഹു തആല അവതരിപ്പിക്കുകയാണ്. അപ്പൊ ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കരാറ് പാലിക്കുക എന്ന വിഷയമാണ് എന്നർത്ഥം. കരാറുപാലനം, വാഗ്ദത്ത ലംഘനം നടത്താതിരിക്കൽ എന്നത് വിശുദ്ധ ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. ഒരാളോട് കരാറ് പറഞ്ഞാൽ ആ കരാറ് നടപ്പാക്കണം. സത്യവിശ്വാസികളായിട്ടുള്ള അടിമകളുടെ അടയാളവും ലക്ഷണവുമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അവർ അവരുടെ കരാറുകളും അതേപോലെ തന്നെ വാഗ്ദാനങ്ങളും ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടെ കൊണ്ടു നടക്കുന്നവരാണ്. വല്ലദീനഹും ലി അമാനാത്തിഹിം വ അഹദിഹിം റാഊൻ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം. സത്യവിശ്വാസികളുടെ അടയാളങ്ങൾ, അവരുടെ മഹിതമായ സ്വഭാവങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അവരിങ്ങനെയുള്ള ആൾക്കാരാണ്. അവർ വിശ്വാസി ഒരിക്കലും തന്നെ വിശ്വാസവഞ്ചന ചെയ്യില്ല, വാഗ്ദത്ത ലംഘനം നടത്തില്ല, മറിച്ച് വാഗ്ദാന പാലനത്തിനു വേണ്ടി ഏതറ്റം വരെയും കഷ്ടപ്പെടാനും വിഷമങ്ങൾ സഹിക്കാനും തയ്യാറാകുന്ന അവസ്ഥയായിരിക്കും വിശ്വാസിക്കുണ്ടാവുക. അപ്പൊ അത് നമ്മിൽ നിലനിൽക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ് എന്നർത്ഥം. മനുഷ്യനിൽ നിലനിൽക്കേണ്ട, പ്രത്യേകിച്ചും വിശ്വാസിയിൽ നിലനിൽക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മൂല്യമാണ് വാക്കു പാലിക്കുക, വാക്കു പറഞ്ഞാൽ അതിന് ലംഘനം കാണിക്കാതിരിക്കുക എന്നത്. അതാണ് അല്ലാഹു പറയുന്നത് വൗഫൂ ബി അഹദില്ലാഹി ഇദാ ആഹദതും, അല്ലാഹുവോട് നിങ്ങൾ കരാറ് ചെയ്താൽ ആ കരാറ് നിങ്ങൾ പാലിക്കണം. ജനങ്ങളോട് ചെയ്താൽ അതും പാലിക്കണം. അത് പാലിക്കാതിരിക്കുന്നത് കാപട്യത്തിന്റെ ലക്ഷണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ പറഞ്ഞു വഹാദാ മിമ്മാ യഅ്മുറുല്ലാഹു തആല ബിഹി, അല്ലാഹു കൽപ്പിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടൊരു കാര്യമാണത്. എന്ത്? വഹുവൽ വഫാഉ ബിൽ ഉഹൂദി വൽ മവാസിഖി, കരാറുകളും ഉടമ്പടികളും ഒക്കെ ചെയ്താൽ അത് പാലിക്കുക, അത് പൂർത്തിയാക്കുക. അതോടൊപ്പം തന്നെ വൽ മുഹാഫദത്തു അലൽ ഐമാനിൽ മുഅക്കദ, അല്ലാഹുവിൽ ആണയിട്ട് പറഞ്ഞുകൊണ്ട് ശക്തിപ്പെടുത്തപ്പെട്ട സത്യങ്ങളെ, കരാറുകളെ അതിനെന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. അല്ലാഹുവിനെ തന്നെ സത്യം ഞാൻ അങ്ങനെ ചെയ്യും, അല്ലാഹുവെ തന്നെ സത്യം ഞാൻ ഇങ്ങനെ ചെയ്യില്ല, ഇങ്ങനെയൊക്കെ ആളുകൾ സത്യം ചെയ്യുമല്ലോ. അങ്ങനെ സത്യം ചെയ്താൽ ആ സത്യത്തെ എന്ത് ചെയ്യണം? നന്നായി നടപ്പാക്കണം. ഒരിക്കലും ചെയ്ത സത്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോകരുത് എന്നാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞതിന്റെ ചുരുക്കം. എന്നാൽ ഇതിനൊരു മറുവശമുണ്ട്. മറുവശം എന്താ? ഒരാളൊരു സത്യം ചെയ്തു, എന്തോ ഒരു ദേഷ്യത്തിലോ അല്ലെങ്കിൽ ഒരു ആവേശത്തിലോ ഒരു സത്യം ചെയ്തു. യഥാർത്ഥത്തിൽ ആ ചെയ്ത സത്യമല്ല അവിടെ നന്മയും അതേപോലെ പുണ്യവും, മറിച്ച് ആ സത്യത്തിന് എതിരായ ഒരു നിലപാട്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടാവില്ലേ? ചെയ്യും എന്ന് സത്യം ചെയ്താൽ അവിടെ യഥാർത്ഥത്തിൽ ചെയ്യാതിരിക്കലായിരിക്കും നന്മ. അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവും ചിലപ്പോ. അങ്ങനെ ഉണ്ടായാൽ എന്തിപ്പോ ഉദാഹരണം, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സാധുക്കളായിട്ടുള്ള ആളുകളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തന്റെ വീട്ടിലേക്ക് വന്ന മുതഅല്ലിമീങ്ങൾ, ആ മുതഅല്ലിമീങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചില്ല എന്ന് മാത്രമല്ല, അതായത് അവരെ നേരത്തെ വീട്ടിലേക്ക് പറഞ്ഞു വെച്ചു ഭക്ഷണം കഴിക്കാൻ. പക്ഷെ അവര് സിദ്ദീഖ് തങ്ങൾ വരട്ടെ എന്ന് വിചാരിച്ച് കാത്തിരുന്നു എന്ന് ഹദീസിൽ കാണാം. പക്ഷെ ആ കാത്തിരുന്നിട്ട് അവരത്രയും സമയം ഭക്ഷണം കഴിക്കാതെ ഇരുന്നത് വൈകി വന്ന സിദ്ദീഖ് റളിയല്ലാഹുവിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവരെന്തിനാണ് അങ്ങനെ കഷ്ടപ്പാട് അനുഭവിച്ചത്? ഞാൻ അവരോട് കാത്തിരിക്കാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സിദ്ദീഖ് തങ്ങൾക്ക് എന്ത് ചെയ്തു? പെട്ടെന്ന് ഒരു ചെറിയ ക്ഷോഭം വരികയും മഹാനവർകൾ ഇനി നിങ്ങളെ കൂടെ ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്ന് സത്യം ചെയ്യുകയും ചെയ്തു. മനസ്സിലായോ? അങ്ങനെ ആ സംഭവം നബി സല്ലല്ലാഹു തങ്ങളുടെ അടുത്ത് എത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു, അല്ലയോ സിദ്ദീഖേ, നിങ്ങളാ ചെയ്ത സത്യം ശരിയല്ല. സാധുക്കളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണല്ലോ പുണ്യം.
അതുകൊണ്ട് അതിനെതിരിൽ ആ സാധുക്കളുടെ കൂടെ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞത് പുണ്യത്തിനെതിരാണ്. സത്യം ചെയ്തു പോയില്ലേ തങ്ങളെ, ഇനി ഞാൻ എന്തു ചെയ്യും? ആ സത്യത്തിൽ നിങ്ങൾ പഴക്കണം. സത്യത്തിൽ പഴക്കാറിന ചെയ്ത സത്യത്തിന് വിരുദ്ധമായത് ചെയ്യാന്നർത്ഥം. അങ്ങനെ ഒരു രീതിയുണ്ട്. അതായത് സത്യം ചെയ്തത് നടപ്പാക്കണം എന്ന് പറഞ്ഞത് ആ ചെയ്ത സത്യം യഥാർത്ഥത്തിൽ നന്മയുടെയും അതേപോലെ തന്നെ ശരിയുടെയും ഭാഗമാണെങ്കിലാണ്. എന്നാൽ ചെയ്ത സത്യത്തെക്കാളും മെച്ചപ്പെട്ട ഒരു കാര്യമാണ് അതിന്റെ എതിർദിശയിൽ നിൽക്കുന്നതെങ്കിൽ ഞാനങ്ങനെ സത്യം ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ഈ ശരികേട് വീണ്ടും തുടരേണ്ടതില്ല. മറിച്ച് അവിടെ ശരികേട് ചെയ്തുകൊണ്ട് സത്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? സത്യത്തിന് ലംഘനം കാണിക്കണം. പക്ഷെ ലംഘനം കാണിക്കുമ്പോൾ സത്യം ചെയ്തിട്ട് അത് നടപ്പാക്കാതെ അതിന് ലംഘനം കാണിച്ചാൽ സത്യത്തിൽ പിഴച്ചതിനുള്ള പ്രായശ്ചിത്തം ചെയ്യണം. സത്യത്തിൽ പിഴച്ചാലുള്ള കഫാറത്ത് എന്ന് പറയും. ആ കഫാറത്ത് ചെയ്യണം. ബഹുമാനപ്പെട്ട ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയുടെ 89-ാമത്തെ ആയത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. ലാ യുആഖിദുകുമുല്ലാഹു ബില്ലഗ്വി ഫീ അയ്മാനിക്കും വലാകിൻ യുആഖിദുകും ബിമാ അഖ്ഖതുമുൽ അയ്മാൻ. നിങ്ങൾ ശരിക്കും സീരിയസ് ആയിട്ട് സത്യം ചെയ്താൽ ആ സത്യം നിങ്ങൾ നടപ്പാക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ തരും. അങ്ങനെ സത്യം ചെയ്തത് നടപ്പാക്കുന്നില്ലെങ്കിൽ ഫകഫാറത്തുഹു ഇത്ആമു 10 മസാക്കീൻ. 10 സാധുക്കൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കലാണ്. മിൻ ഔസത്തി മാ തുതഅമൂന അഹ്ലീക്കും. നിങ്ങളുടെ കുടുംബത്തിലൊക്കെ നിങ്ങൾ നൽകുന്ന ഒരു മീഡിയം പവറുള്ള ഫുഡ്, ആ ഫുഡിൽ നിന്ന് 10 പേർക്ക് നിങ്ങൾ കൊടുക്കണം. ഔ കിസ്വത്തുഹും, അല്ലെ 10 ആൾക്കുള്ള വസ്ത്രം കൊടുക്കണം. ഔ തഹരീർ റഖബത്തിൻ, അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കണം. ഈ 3 എണ്ണത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാവുന്നതാണ്. ഫമല്ലം യജിദ്, ഇത് 3ഉം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഫസിയാമു സലാസത്തി അയ്യാം, 3 ദിവസം നോമ്പെടുക്കണം. അപ്പൊ ഒരാളൊരു സത്യം ചെയ്തു, ആ ചെയ്ത സത്യം അതല്ല ശരി എന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടാൽ സത്യം ചെയ്തില്ലേ എന്നതിന്റെ പേരിൽ അങ്ങനത്തെ ഒരു ന്യായം പറഞ്ഞ അയാൾ പിടിച്ചു നിൽക്കേണ്ട. മറിച്ച് ആ സത്യത്തിൽ അയാൾ പിഴക്കണം. സത്യത്തിൽ പിഴക്കുക എന്ന് പറഞ്ഞാൽ ചെയ്ത സത്യത്തിന് വിരുദ്ധമായത് പ്രവർത്തിക്കണം. എന്നിട്ട് അങ്ങനെ സത്യത്തിൽ പിഴച്ചാൽ പക്ഷെ അത് ഏത് കാര്യമാണെങ്കിലും ശരി അതിനെന്ത് ചെയ്യണം? പ്രായശ്ചിത്തം ചെയ്യണം. പ്രായശ്ചിത്തം എന്ന് പറഞ്ഞത് ഈ പറഞ്ഞതാണ്. 10 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുകയോ അല്ലെങ്കിൽ വസ്ത്രം കൊടുക്കുകയോ അല്ലെങ്കിൽ അടിമയെ മോചിപ്പിക്കുകയോ ചെയ്യാം. ഇത് 3ഉം ചെയ്യാൻ, 3-ൽ-1 ചെയ്യാൻ സാധിക്കാത്ത ഘട്ടം വന്നാൽ 3 നോമ്പെടുക്കുകയും ചെയ്യുക. ഇതാണെന്ത്? ആ പ്രായശ്ചിത്തത്തിന്റെ രീതി. അപ്പൊ ഇവിടെ സത്യം ചെയ്താൽ നിങ്ങളത് പാലിക്കണം. സത്യം ചെയ്തതിനു ശേഷം എന്ത് ചെയ്യരുത്? പൊളിച്ചു കളയരുത് എന്ന് പറഞ്ഞത് എല്ലാ അർത്ഥത്തിലുമല്ല, മറിച്ച് ചില ഘട്ടങ്ങളിൽ ഇതിന് വിരുദ്ധമായ ശൈലി സ്വീകരിക്കണം എന്നുകൂടി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇബ്നു കസീർ ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, ഒരിക്കലും തന്നെ ഇത് മറ്റു ചില സൂക്തങ്ങളിലും ഹദീസുകളിലും വന്ന ഇതിന്റെ എതിരെന്ന് തോന്നിക്കുന്ന സംഗതിയായിട്ട് എന്തില്ല? ലാ തആറുള ബൈന ഹാദാ, ഇതിന്റെ ഇടയിലും അതേപോലെ തന്നെ സത്യത്തിൽ പിഴക്കണമെന്ന് പറഞ്ഞതിന്റെ എതിരിലും തമ്മിൽ എന്തില്ല? അഭിപ്രായ വൈരുദ്ധ്യമൊന്നുമില്ല. കാരണം എന്താ? ഇവിടെ സത്യം ചെയ്തങ്ങൾ നടപ്പാക്കണം എന്നുള്ളത് ആ ചെയ്ത സത്യം എന്താണെങ്കിലാണ് അതിന്റെ മെറിറ്റ് യഥാർത്ഥത്തിൽ നന്മയാണെങ്കിലാണ്. അതേസമയത്ത് ചെയ്ത സത്യം നടപ്പാക്കരുത്, അതിന് വിരുദ്ധമായ നിങ്ങൾ എന്ത് ചെയ്യണം? നടപ്പാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് എവിടെയാണ്? ആ വിരുദ്ധമായതാണ് ഖൈറ്, അതാണ് ശരിയെന്ന് ബോധ്യപ്പെടുന്നിടത്താണ് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാമല്ലോ. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇബ്നു കസീറോട് ഉദ്ധരിക്കുന്നുണ്ട്. ഇന്നി വല്ലാഹി ഇൻഷാ അല്ലാഹ് ലാ അഹ്ലിഫു അലാ യമീനിൻ, ഒരു സത്യം ഞാൻ ചെയ്യുക, എന്നിട്ട് ഖൈറൻ മിൻഹ, എന്നിട്ട് അത് അല്ലാത്തത് ഞാൻ അതിനേക്കാളും ഖൈറായിട്ട് കാണുക. ചെയ്ത സത്യത്തിന്റെ എതിർ ദിശയിൽ നിൽക്കുന്നത് ഈ ചെയ്ത സത്യത്തെക്കാൾ നല്ലതാണെന്ന് എനിക്ക് ബോധ്യപ്പെടുക. അങ്ങനെ ബോധ്യപ്പെട്ടാൽ ഇല്ല അതൈതുല്ലദീ ഹുവ ഖൈറുൻ തഹല്ലൽതുഹ, ഏറ്റവും ഖൈറായത് ഏതാണോ അത് ഞാൻ ചെയ്യുകയും എന്നിട്ട് അതിന് ഞാൻ പ്രായശ്ചിത്തം ചെയ്ത് അതിന്റെ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാതിരിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലുണ്ട്. മറ്റൊരു റിപ്പോർട്ടിലേതോ കഫർതു അൻ യമീനി, ഞാൻ ചെയ്ത സത്യത്തിന് ഞാൻ പ്രായശ്ചിത്തം കൊടുത്തിട്ട് രക്ഷപ്പെടുമെന്നാണ്. അപ്പോ ഈ പറഞ്ഞത് മൊത്തത്തിലല്ല, അതായത് ഒരു സത്യവും കരാറും ഒരു സത്യം ചെയ്താലും ലംഘിക്കരുത് എന്നല്ല, അതേപോലെ ഈ ഒരു കരാറും എന്ത് ചെയ്യരുത്? നടപ്പാക്കാതിരിക്കരുത്. എല്ലാ കരാറും നടപ്പാക്കണം. ആ കരാർ എന്താണെങ്കിലും ശരിയല്ലാത്ത കരാറാണെങ്കിലും എന്നല്ല, ശരിയല്ലാത്ത സത്യമാണെങ്കിലും അല്ലാത്ത എന്ത് സംഗതിയാണെങ്കിലും അവിടെ ശരിയുടെ പക്ഷത്തേക്ക് നമ്മൾ വരണം. പക്ഷെ ശരിയുടെ പക്ഷത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ എന്തുണ്ടാവും?
സത്യം ചെയ്തതൊക്കെ ആണെങ്കിൽ അതിന് പ്രായശ്ചിത്തം കൊടുക്കേണ്ടി വരും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നത്. അതാണ് വൗഫൂ ബി അഹദില്ലാഹി ഇദാ ആഹദതും, നിങ്ങൾ കരാർ ചെയ്താൽ അള്ളാഹുവിനോടുള്ള കരാർ നിങ്ങൾ പാലിക്കണം. ഫലാ തൻഖുദുൽ അയ്മാന ബഅദ തൗക്കീദിഹാ, സത്യത്തെ ശക്തിപ്പെടുത്തിയതിനു ശേഷം അരക്കിട്ടുറപ്പിച്ച ശേഷം നിങ്ങൾ അതിന് ലംഘനം കാണിക്കരുത്. വഖദ് ജഅൽതുമുല്ലാഹ അലൈക്കും കഫീല, കാരണം അള്ളാഹുവിനെ നിങ്ങൾ അതിന് സാക്ഷിയാക്കിയിരിക്കുകയാണല്ലോ. അള്ളാഹിനെ തന്നെ സത്യം ഞാൻ ഇങ്ങനെ ചെയ്യും എന്ന് പറയുമ്പോൾ നിങ്ങൾ പടച്ചോനെ സാക്ഷിയാക്കിയിട്ടല്ല അത് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലംഘനം കാണിക്കരുത്. ഇന്നല്ലാഹ യഅലമു മാ തഫ്അലൂൻ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അറിയുന്നവനാണ്. എന്നിട്ട് പരലോകത്ത് അർഹമായ വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നിങ്ങൾക്ക് എന്ത് നൽകുകയും ചെയ്യും, പ്രതിഫലം നൽകുകയും ചെയ്യും എന്നത് ശ്രദ്ധിക്കണം എന്നാണ് അല്ലാഹു ഉണർത്തുന്നത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വലാ തകൂനു, നിങ്ങൾ ആവരുത് കല്ലത്തി, ഒരു സ്ത്രീയെ പോലെ ആവരുത്, നഖലത്ത് ഗസ്ലഹ മിൻ ബഅദി ഖുവ്വത്തി, അവരുടെ നൂറ്റ് ശക്തിപ്പെടുത്തിയതിനു ശേഷം അതിനവർ പൊളിച്ചു, അങ്കാസൻ എന്ത് ചെയ്തിട്ട് പല ഇഴകളായിട്ട് പിരിച്ചു. നൂലിന്റെ പരുത്തി കൊണ്ടുവന്ന് അതിന്റെ ഇഴകൾ ചേർത്ത് വെച്ച് ശക്തിപ്പെടുത്തിയതിനു ശേഷം ആ ഇഴകൾ ഓരോന്നും പിരിച്ച് പറിച്ച് എന്ത് ചെയ്തു, അതിന്റെ ശക്തി ക്ഷയിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ചെയ്ത പണി അതിന്റെ അവസാനത്തിലെത്തിയതിനു ശേഷം അത് ബാത്തിലാക്കുക എന്നർത്ഥം. മൂർധന്യത്തിലെത്തിയതിനു ശേഷം ആ ചെയ്ത പണി അങ്ങനെ തന്നെ ഒഴിവാക്കുക. ഇപ്പൊ നമുക്കറിയാമല്ലോ, നാറാണത്ത് ഭ്രാന്തൻ എന്ന് പറഞ്ഞ ഒരു ആള്, അദ്ദേഹത്തിന്റെ ചരിത്രം കേരളത്തിലൊക്കെ പ്രസിദ്ധമാണ്. നാറാണത്ത് ഭ്രാന്തനുമായിട്ട് ബന്ധപ്പെട്ട ചില ഐതിഹ്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ നാടുകളിൽ ആളുകൾക്കറിയാം. അദ്ദേഹം രാവിലെ മുതൽ വൈകുന്നേരം വരെ വളരെ ശ്രമകരമായ ഒരു ജോലി ചെയ്യും. എന്താ ജോലി? വലിയൊരു പാറ ഉരുട്ടിയിട്ട് മലയുടെ മുകളിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് മുകളിൽ കൊണ്ടുപോയിട്ട് അവിടെ എത്തിയാൽ പറഞ്ഞാൽ അത് അവിടേക്ക് എത്തിക്കാൻ അയാൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് മേലെ എത്തിച്ചതിന് ശേഷം അത് നേരെ ഒറ്റ ഉരുട്ടൽ താഴോട്ട്. അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട പണിയൊക്കെ ഒരു നിമിഷം കൊണ്ട് എന്തായി പോകും, തകർന്നു പോകും. ഇതുപോലത്തെ ഒരു പണി ഉണ്ടായിരുന്നു എന്ന്, അങ്ങനത്തെ ഒരു സ്ത്രീയുടെ പോലെ നിങ്ങളാവരുത് എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറയാണ്. ഇവിടെ ഇങ്ങനെ ഒരു സ്ത്രീ യഥാർത്ഥത്തിൽ ഉള്ളതന്നെയാണോ, അതല്ല വെറും ഒരു ഉപമ മാത്രമാണോ, ഉദാഹരണത്തിലൂടെ അല്ലാഹു തആല നമുക്ക് വിഷയം മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞതാണോ എന്ന് രണ്ടു പക്ഷമുണ്ട്. ഒരു പക്ഷം പറയുന്നത് മക്കയിൽ അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, റൈത്തത്ത് ബിൻത് സഅദ് ബിൻ തൈബ് അൽ ഖുറശിയ എന്നായിരുന്നു അവരുടെ പേര് എന്ന് ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. റൈത്ത എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു മക്കത്ത്. അവരവരുടെ സ്നേഹിതകളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ചിലപ്പോൾ കൂലിക്ക് തന്നെയും ആളെ വിളിച്ചിട്ട് എന്തു ചെയ്യും, അവര് പരുത്തി കൊണ്ടുവന്ന് വൈകുന്നേരം വരെ അത് നൂലാക്കി മാറ്റും. അങ്ങനെ അത് ശരിക്കുള്ള നല്ല പവറുള്ള, നല്ല ദൃഢതയുള്ള, നല്ല ഉറപ്പുള്ള നൂലായി മാറിയാൽ അതിന്റെ ആ ചേർത്ത് വെച്ച ഇഴകൾ ഓരോന്നും പിരിക്കാൻ വേണ്ടി അവർ പറയും. അപ്പൊ ഒരു പണിയെടുത്തിട്ട് ആ എടുത്ത പണി അങ്ങനെ തന്നെ ബാത്തിലാക്കുന്ന പ്രവർത്തനം അവർ വീണ്ടും ചെയ്യും. ഇങ്ങനത്തെ ഒരു സ്വഭാവം, ഒരു ഹമുക്കത്തരം, ഒരു വിഡ്ഢിത്തം, ഒരു വിവരക്കേട് ഉള്ളൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയെ പോലെ നിങ്ങളാവരുത് എന്ന് പറഞ്ഞാൽ നന്മക്കും ശരിക്കൊക്കെ വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തുക. ഇപ്പൊ നിങ്ങൾ കരാറുണ്ടാക്കുക, സത്യം ചെയ്യാന്നൊക്കെ പറഞ്ഞത് നന്മ നിലനിർത്താൻ വേണ്ടിയുള്ളൊരു എക്സർസൈസിന്റെ ഭാഗമല്ലേ. എന്നിട്ട് ആ നന്മക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കുറെ നടത്തിയിട്ട് അതിന്റെ നേരെ ഘടകവിരുദ്ധമായിട്ട് അതിനെല്ലാം നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തരുത്. അത് അതിലേക്കുള്ള ഒരു സൂചനയായിട്ട് ഒരു ഉദാഹരണം അല്ലാഹു പറഞ്ഞതാണ്. വലാ തകൂനു, നിങ്ങൾ ആവരുത് കല്ലത്തി നഖലത്ത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസാ, ഉറപ്പോടെ നൂറ്റ ശേഷം പല ഇഴകളാക്കി പിരിയുടച്ച് കളഞ്ഞുന്ന സ്ത്രീയെപ്പോലെ നിങ്ങളാവരുത്. തത്തഖിദൂന അയ്മാനക്കും ദഖലൻ ബൈനക്കും, നിങ്ങളുടെ സത്യങ്ങൾ നിങ്ങൾ അന്യോന്യം ചതിക്കാനുള്ള മാർഗമാക്കുക, അതും നിങ്ങൾ ചെയ്യരുത്. അതായത് സത്യം ചെയ്തതിന് ശേഷം ആ സത്യത്തിന് അല്ലെങ്കിൽ കരാറുണ്ടാക്കിയതിന് ശേഷം ആ കരാറിന് നിങ്ങൾ ലംഘനം കാണിക്കരുത്. എന്തിന് ലംഘനം കാണിക്കുന്നു? അൻതകൂന ഉമ്മത്തുൽ ഹിയ അർബാ മിൻ ഉമ്മ, ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെക്കാൾ എണ്ണപ്പെരുപ്പമുണ്ടായ കാരണത്താൽ ഒരു കൂട്ടരോട് നിങ്ങൾ ഉണ്ടാക്കിയ കരാറിൽ നിന്ന് പിന്മാറി അതേ കരാറുമായിട്ട് മറ്റൊരു ടീമിന്റെ കൂടെ നിങ്ങൾ കൂടുക. ഇപ്പൊ ഒരു കച്ചവടം ചെയ്തു ഒരാള്, ആ ചെയ്ത കച്ചവടത്തിനേക്കാൾ മെച്ചപ്പെട്ട വില മറ്റൊരു സ്ഥലത്ത് കച്ചവടം ഉറപ്പിച്ചു, എന്നിട്ട് അതിനേക്കാളും വില തന്റെ ചരക്കിന് മറ്റൊരാൾ തരാന്ന് പറഞ്ഞാൽ
നേരെ ഇയാളോടുള്ള കരാറ് പൊളിച്ചിട്ട് അല്ലെങ്കിൽ കച്ചവടം ഉറപ്പിച്ചത് ഇല്ലാണ്ടാക്കിയിട്ട് അയാൾക്ക് സാധനം വിൽക്കുക ഒരു കുറഞ്ഞ ലാഭത്തിനു വേണ്ടി അത് നിങ്ങൾ ചെയ്യരുത്. അതൊരു ചതിയാണ്. ആ ചതി നിങ്ങൾ ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ഒരു വിഭാഗം ആളുകളായിട്ട് നമ്മൾ നിങ്ങളൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് സത്യം ചെയ്യുക. എന്നിട്ട് അതിനേക്കാളും ആൾക്കൂട്ടമുള്ള മറ്റൊരു കൂട്ടുകാർ നമ്മുടെ അടുത്ത് വരികയും ഇവരോടുള്ള കരാറെന്ന് പിന്മാറി ഞങ്ങളുമായിട്ട് കരാറുണ്ടാക്കിയിട്ട് നിങ്ങൾ അവരുടെ എതിരിൽ നിലകൊള്ളണം എന്ന് പറയുമ്പോൾ ആൾക്കൂട്ടം ഇവിടെയാണ് കൂടുതലെന്ന് മനസ്സിലാക്കി ഇവരുടെ കൂടെ കൂടുക. ഇത്തരത്തിലുള്ള കാര്യലാഭത്തിന് വേണ്ടിയുള്ള ചതിപ്രയോഗങ്ങളൊന്നും തന്നെ നിങ്ങൾ നടത്തരുത്. അത് വിശ്വാസികൾ തമ്മിൽ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാധ്യതയാണ്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും തന്നെ നമ്മൾ കാര്യലാഭത്തിന്റെ പിന്നാലെ നേരും നെറിയുമില്ലാതെ താൽക്കാലിക ലാഭങ്ങൾ മാത്രം മുന്നിൽ വെച്ചുകൊണ്ടുള്ള പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന വിഭാഗമായി നമ്മൾ പോകരുത് എന്നാണ് അള്ളാഹു പറയുന്നത്. എന്താ കാരണം? ഇന്നമായ യബ്ലൂക്കുമുല്ലാഹു ബിഹി, ഇതുകൊണ്ട് അള്ളാഹു തന്നെ നിങ്ങളെ പരീക്ഷിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യലാഭത്തിനുള്ള ഒരു അവസരം മുന്നിൽ വന്നാൽ, എന്തെങ്കിലും ഒരു ഭൗതികമായിട്ടുള്ള ഒരു നേട്ടം മുന്നിൽ വന്നാൽ നമ്മൾ എല്ലാ മൂല്യങ്ങളും തകർത്തെറിഞ്ഞ് ആ താൽക്കാലിക നേട്ടത്തിന്റെ പിന്നാലെ അഭിരമിക്കുന്നുണ്ടോ, അതിന്റെ പിന്നാലെ പോകുന്നുണ്ടോ എന്ന് അള്ളാഹു പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണത്തിൽ നിങ്ങൾ ആരും പരാജയപ്പെട്ടു പോകരുത്. അതുകൊണ്ട് തന്നെ വല യുബയ്യിനുണ്ടലക്കും യൗമിൽ ഖിയാമത്തി, അന്ത്യനാളിൽ അള്ളാഹു നിങ്ങൾക്ക് വിവരിച്ച് തരിക തന്നെ ചെയ്യും. മാ കുന്തും ഫീഹി തഖ്തലിഫൂൻ, എന്തിലാണോ നിങ്ങൾ ഭിന്നതയിലായിരുന്നെങ്കിൽ ആ കാര്യം എന്ന് പറഞ്ഞാൽ കരാറ് നടത്തിയിട്ട് അതിന് നിങ്ങൾ ലംഘനം ഉണ്ടാക്കിയത് ശരിയാണ്. ചിലപ്പോൾ നിങ്ങൾ ന്യായം പറഞ്ഞേക്കും, പക്ഷെ അത് ശരിയാണോ അല്ലേ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വിശദീകരിച്ചു തരും പരലോകത്ത്. അങ്ങനെ നന്മക്ക് മാത്രം പ്രതിഫലവും അല്ലാത്തതിന് ശിക്ഷയും ഏറ്റുവാങ്ങേണ്ട അവസ്ഥയുണ്ടാകും എന്ന് അള്ളാഹു പറഞ്ഞു. എന്നിട്ട് പറച്ചോൻ ഒന്നുകൂടി കൃത്യാക്കാണ് ആ കാര്യം. വലൗ ഷാ അല്ലാഹു ജഅലക്കും ഉമ്മത്തൻ വാഹിദ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അള്ളാഹു നിങ്ങളെ ഒറ്റ സമൂഹമാക്കുമായിരുന്നു. പക്ഷെ വലാകിൻ യുദില്ലു മൻ യശാഉ വയഹ്ദി മൻ യശാഉ, അള്ളാഹു അവരുദ്ദേശിക്കുന്നവരെ വഴിതെറ്റിക്കുകയും അവരുദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലാക്കുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേ നിലപാടിൽ തന്നെ നിലകൊള്ളുന്ന ഒരവസ്ഥ. അപ്പൊ പിന്നെ ഭിന്നിപ്പിന്റെയോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നും വരൂലല്ലോ. അങ്ങനെ എല്ലാവരും ഒന്നിപ്പിക്കുക എന്നുള്ളത് അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. മറിച്ച് ഓരോരുത്തരുടെയും ജീവിതം അവർ അനുഭവിക്കുന്ന സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ശരിയുടെ പക്ഷത്ത് നിൽക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുകയാണ് അല്ലാഹു തആല. അതുകൊണ്ട് തന്നെ വല തുസ്അലുന്ന അമ്മാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ചെല്ലാം നിങ്ങൾ ചോദിക്കപ്പെടും. അതുകൊണ്ട് ആ ചോദ്യം വരുന്നൊരു ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതം ക്രമത്തിലാക്കുക, നിങ്ങളുടെ ജീവിതം ശരിയായ നിലപാടിന്റെ കൂടെ ആക്കുക. വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പോളിസികളെല്ലാം ഫോളോ ചെയ്ത് ജീവിക്കാനുള്ള ഒരു നിർബന്ധ ബുദ്ധിയിലേക്ക് നിങ്ങൾ എത്തുക. ഇതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങളെ നിങ്ങൾക്ക് ക്രമീകരിച്ച് തരുന്നത് എന്നാണ് അല്ലാഹു പറഞ്ഞത്. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.